നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തിയ ആളുകൾ അവരെ ചങ്ങലക്കിട്ടാണോ കൊണ്ടുപോവുക എന്നൊരു സന്ദേഹം നമുക്കുണ്ടായിരുന്നു. ആ സന്ദേഹം ശരിവയ്ക്കുന്നതാണ് ഇന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ. അവരെ ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോയത്. വിലങ്ങി വെച്ച് കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് ആണ് ഗ്വാട്ടിമലയിലേക്കുള്ളവരെ കൊണ്ടുപോയത്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ളവരെയും അങ്ങനെ തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കാൻ സാധ്യത. അതിൽ സ്ത്രീകളും 12 കുട്ടികളും കൂടി ഉണ്ടായിരുന്നുവെന്ന്. 104 പേര് ആണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 30ഓളം സ്ത്രീകളും 12 കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന്. വളരെ സങ്കടകരമായി തോന്നി. വാസ്തവം പറഞ്ഞാൽ ഇത്രയും നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ക്ഷീണം, എത്രയോ ക്ഷീണിച്ച് വലഞ്ഞ് ആണ് നമ്മളവിടെ എത്തിച്ചേരുക. അത് മര്യാദയ്ക്ക് എക്കോണമി ക്ലാസ്സിലൊക്കെയാണ് നമ്മളിങ്ങനെ മുട്ടുമടക്കാനും ശരിക്ക് കാല് നിവർത്തി വെക്കാനും വയ്യാതെ വിഷമിച്ച് ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. ക്ഷീണിച്ച് വലഞ്ഞ് ആവശ്യത്തിന് ഭക്ഷണമെല്ലാം ഉണ്ടെങ്കിൽ കൂടി ക്ഷീണിച്ച് വലഞ്ഞാണ് നമ്മൾ ചെല്ലുക. അപ്പോൾ ഇവരുടെ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിന്ന് നേരെ ഏതെങ്കിലും ഒരു സൈനിക വിമാനത്താവളത്തിൽ ഇറക്കി കാണും ഇടയ്ക്ക്. കാരണം ആ വിമാനം 10,000 കിലോമീറ്റർ കൂടുതൽ പോകത്തില്ല. കാരണം ഇന്ത്യയിലേക്ക് 13,000 കിലോമീറ്റർ ഉണ്ട് എന്നാണ് നമ്മുടെ വിദഗ്ധനായ ജേക്കബ് ഫിലിപ്പ് പറഞ്ഞത്. അപ്പോൾ എവിടെയെങ്കിലും ഇറക്കിയിട്ടാണ് പോവുക. ഇറങ്ങി പിന്നെ അല്പസമയം കഴിഞ്ഞിട്ട് ആണ് പോവുക. എങ്ങനെയായാലും ഇന്ന് രാവിലെ അവിടെ എത്തി. 24 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. 24 മണിക്കൂറിനകം അവിടെ എത്തി, അമൃതസറിലെത്തി. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് വളരെ കഷ്ടമാണ്. ആളുകളെ ചങ്ങലക്കിട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം അതിന് മാത്രം കുറ്റങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവർ ലീഗലല്ലാതെ ഇവിടെ വന്നു, അല്ലെങ്കിൽ ലീഗലല്ലാതെ ഇവിടെ തുടരുന്നു എന്നുള്ള ഒരു ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അമേരിക്കൻ നിയമം അനുസരിച്ച് അതൊരു ക്രൈമല്ല, അതൊരു സിവിൽ പ്രശ്നമാണ്, ഒരു സിവിൽ കേസാണ്. അതാണ് ഇവിടെ ന്യൂയോർക്ക് അറ്റോർണി ജനറലും പറഞ്ഞിരിക്കുന്നത്. അതൊരു സിവിൽ പ്രശ്നമാണ്, അല്ലാതെ ക്രൈമല്ല. അതുകൊണ്ടാണ് പോലീസിനോട്, ന്യൂയോർക്ക് സിറ്റി പോലീസിനോടൊന്നും ഇവരുമായിട്ട് ICU ആയിട്ട് സഹകരിക്കേണ്ടതില്ല. കാരണം ക്രൈമിൻ്റെ കാര്യത്തിലാണെങ്കിൽ സഹകരിച്ചാൽ മതി, അല്ലാതെ ഈ സിവിൽ മാറ്ററിൽ സഹകരിക്കേണ്ട കാര്യമില്ല എന്ന് ഇൻഡാസ് ഇറക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നത് ഖേദകരമാണ്. ഇന്ത്യ ഗവൺമെൻറ് അത് അനുവദിക്കരുത്. അടുത്ത ആഴ്ച പ്രധാനമന്ത്രി മോദി വരുന്നുണ്ട്. തീർച്ചയായിട്ടും മോദിക്ക് ട്രംപിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ, ഇന്ത്യക്കാരാണെങ്കിൽ അവരെ സ്വീകരിക്കുന്നതിന് ഇന്ത്യ ഒരു മടിയും കാണിച്ചിട്ടില്ല, ഇന്നവരെ കാണിക്കുകയുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരോട് മാന്യമായ പെരുമാറ്റം അവർക്ക് കിട്ടണം, മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം കിട്ടണം എന്ന് തീർച്ചയായിട്ടും ആവശ്യപ്പെടാം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ തന്നെ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള സംവിധാനം ഇന്ത്യ തന്നെ ഒരുക്കുക, ഇന്ത്യ തന്നെ വിമാനങ്ങൾ അയക്കുക. അങ്ങനെ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് മാന്യമായിട്ട് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് ഏറ്റവും ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അക്കാര്യം ഇന്ത്യ ഗവൺമെൻറ് ശക്തമായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മളൊക്കെ അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്യണം. നമ്മൾ വലിയ ശബ്ദം ഉയർത്തിയില്ലെങ്കിലും നമ്മളൊക്കെ അത് ആവശ്യപ്പെടണം, പറ്റുന്നിടത്തൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യണം. എന്തായാലും ആ ആളുകൾ അനുഭവിച്ച വിഷമതകളെ ഓർക്കുമ്പോൾ നമുക്കും ദുഃഖം. അവർ വന്നതിനേക്കാൾ കൂടിയ ദുരിതങ്ങളാണ് തിരിച്ചു പോകുമ്പോൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുന്നത്. അമേരിക്കൻ സ്വപ്നമോ നടന്നില്ല. ആ പീഡനം അനുഭവിക്കേണ്ടിയും വന്നു. അത് ഖേദകരമായി പോയി എന്ന് മാത്രം. ഇനി ഇന്നുണ്ടായ 1-2 നല്ല കാര്യങ്ങൾ എന്ന് പറയാൻ ഒരു നല്ല കാര്യം, അത് ഈ ട്രംപ് ബർത്ത് റൈറ്റ് ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയത്, ആ ഉത്തരവ് മെരിലാൻഡിലെ ഫെഡറൽ ഡിസ്ട്രിക്റ്റ് കോടതി അനിശ്ചിതമായിട്ട് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ട്രംപിൻ്റെ ഉത്തരവ് ഫെബ്രുവരി 20 മുതൽ നടപ്പിലാവേണ്ടതാണ്. അതായത് ഫെബ്രുവരി 20 ശേഷം ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അപ്പനും അമ്മയും ഇല്ലീഗലാണെങ്കിൽ മക്കൾക്ക് പൗരത്വം കിട്ടില്ല. അല്ലെങ്കിൽ ടെമ്പററി ജോലിക്കാരാണെങ്കിൽ H1 വിസയിലോ മറ്റേതെങ്കിലും വിസയിലോ L1 വിസയിലോ അല്ലെ അതുപോലുള്ള വിസയിലാണെങ്കിലും അവരുടെ മക്കൾക്ക് പൗരത്വം കിട്ടില്ല, പൗരത്വ രേഖകളൊന്നും കൊടുക്കില്ല എന്നായിരുന്നു ഉത്തരവ്. ആ ഉത്തരവ് അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടാണ് ജഡ്ജിയുടെ ഉത്തരവ്. ജഡ്ജി പറയുന്നത് ഇത് സെറ്റിൽഡ് ലോയാണ്. ഈ കാര്യം പണ്ടേ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് ഈ ലോ ഉണ്ടാക്കിയത് 14ാമത്തെ 14th അമെൻഡ്മെന്റ് ഉണ്ടായത് 1868 അതായത് ബ്ലാക്സിന് പൗരത്വം കൊടുക്കില്ല എന്നുള്ളൊരു സന്ദേഹം വന്നു. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ലേഖനം നമ്മൾ ഈ മലയാളി തന്നെ ഉണ്ട്, കോരസൻ വർഗീസ് എഴുതിയത്.
ഈ ഡ്രെഡ് സ്കോട്ട് വിധിയും 14 അമെൻഡ്മെൻ്റ് എന്നും പറഞ്ഞത് സ്പെഷ്യൽ സെക്ഷനിലുണ്ട്. ആ ഡ്രെഡ് സ്കോട്ട് വിധി എന്തായിരുന്നു ചോദിച്ചാൽ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ഇവിടെ പൗരത്വത്തിന് അർഹതയില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അപ്പോൾ അതും സിവിൽ വാർ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇവരുടെ പൗരത്വത്തിനൊരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1868 ഭരണഘടന 14ാമത്തെ ഭേദഗതി ഉണ്ടായത്. ഇവിടെ ജനിക്കുന്ന ആർക്കും ജന്മാവകാശ പൗരത്വം ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ അതായിരുന്നു അത്. 1898 സുപ്രീം കോടതിയുടെ ഒരു വിധിയുമുണ്ട് ഇത് സംബന്ധിച്ച്. ഒരു ചൈനക്കാരുടെ ഒരു മകൻ ഇവിടെ ജനിച്ചു. അവൻ തിരിച്ചു വന്നപ്പോൾ, അവൻ പുറത്തെവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിലെത്തി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അവൻ ഇവിടെ ജനിച്ചതാണ്, അതുകൊണ്ട് അവന് ഇവിടെ പൗരത്വമുണ്ട്. അപ്പോൾ അന്നൊക്കെ ചൈനീസ് എക്സ്ക്ലൂഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞുള്ളൊരു സാധനം ഉള്ളതാണ്. അതായത് ചൈനക്കാരെയൊന്നും പൗരത്വത്തിലേക്ക് എടുക്കില്ല എന്നുള്ളൊരു നിയമമുള്ള സമയത്താണ് ചൈനക്കാർക്ക് ജനിച്ച മകൻ ഇവിടെ പൗരത്വം ഉണ്ടെന്ന് പറയുന്നത്. കാരണം അവനിവിടെ ജനിച്ചതായതുകൊണ്ട്. അപ്പോൾ അത് സെറ്റിൽഡ് ലോ ആണ്. അതുകൊണ്ട് ഇനി അത് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല, സുപ്രീം കോടതി തീരുമാനിച്ച കാര്യമാണ് എന്ന് പറഞ്ഞാണ് ഇത് അനിശ്ചിതകാലത്തേക്ക് ഉത്തരവ് തടഞ്ഞുകൊണ്ട് ജഡ്ജി ഡെബോറ ബോർഡ്മാൻ ഉത്തരവിട്ടത്. ഇനിയിപ്പോൾ ഇതിനെതിരെ ഭരണകൂടം അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുത്ത് ഈ ഇൻജങ്ഷൻ മാറ്റിക്കളയണം. ഈ മരവിപ്പിക്കൽ ഉത്തരവ് നീക്കിക്കളയണം. അതിനുശേഷം മാത്രമേ ട്രംപിൻ്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഉത്തരവ് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ട്രംപിൻ്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരില്ല. അപ്പം തിരക്ക് പിടിക്കേണ്ടതില്ല, പ്രസവിക്കാനൊന്നും തിരക്ക് പിടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതുമില്ല. ഏതാനും ഗർഭിണികളും ഒക്കെയാണ് ഇതിന് ഈ കേസ് കൊടുത്തത്. ഈ ഫെഡറൽ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തത്. ഈ ജഡ്ജിയെ നിയമിച്ചത് ബൈഡനാണ് നിയമിച്ചത് എന്നുള്ള ഒരു അയോഗ്യത അവർക്ക് കിടപ്പുണ്ട്. അപ്പം ഈ പാർട്ടി അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാരും ചിന്തിക്കുന്നതെന്ന് എന്നുള്ള ചിന്താഗതി എന്നുള്ളൊരു ധാരണ വരുത്തുന്നതാണ് ഈ വിധി. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. സുപ്രീം കോടതി തീരുമാനിക്കുന്നത് വരെ ഈ പ്രശ്നം മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് ഇതൊരു സെറ്റിൽഡ് ആകാൻ പോകുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ സാമാന്യ നിലയിൽ ട്രംപ് പറയുന്നതാണ് വിജയിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇപ്പോൾ. കാരണം ട്രംപ് നിയമിച്ച ആളുകളും അതുപോലെ തന്നെ കൺസർവേറ്റീവ്സുമാണ്, അവർക്കാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ അവർ ഇതിനോട് അനുകൂലിക്കാനാണ്, ഈ ട്രംപിൻ്റെ ഉത്തരവിനോട് അനുകൂലിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എന്ന് കരുതാൻ നിർബന്ധമില്ല. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെ. ഇനി ഇതിനോട് അനുബന്ധിച്ച് മറ്റൊന്ന്, ഈ ട്രാൻസ്ജെൻഡറുകൾ ആയിട്ടുള്ള ആളുകൾ, അവർ വനിതകളുടെ വനിതകളുടെ സ്പോർട്സിലൊക്കെ മത്സരിക്കുന്നത് വലിയൊരു വിവാദ വിഷയമാണ് കുറേ കാലമായിട്ട് അമേരിക്കയിൽ. അവർ ബയോളജിക്കലി മെന്നാണ്, പുരുഷന്മാരാണ്, പക്ഷെ അവർ സ്ത്രീയാണെന്നും പറഞ്ഞാണ് സ്ത്രീകളുടെ മത്സരത്തിൽ പങ്കെടുക്കുക, എന്നിട്ട് ആ മത്സരത്തിലെല്ലാം വിജയിക്കുക. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ട്. അതിനിടയിലാണ് ട്രംപിൻ്റെ ഉത്തരവ്. ഇങ്ങനെ ട്രാൻസ്ജെൻഡറുകൾ സ്ത്രീകളുടെ കൂടെ മത്സരിക്കാൻ പാടില്ല. അവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ സ്ത്രീകളുടെ കൂടെ സ്ത്രീയാണെന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റില്ല എന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതെല്ലാം രീതിയിലാണ്, എത്ര പേരെ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പം ഇവരെ സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂട്ടിയില്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ സുരക്ഷ പോലും അപകടത്തിലാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരെ പുരുഷന്മാരുടെ കൂടെ വിട്ടാൽ നമുക്കറിയാം, പുരുഷന്മാരുടെ കൂടെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം അവരോട് ഒരു സ്ത്രീ എന്ന നിലയിലായിരിക്കും പുരുഷന്മാർ പെരുമാറുക. അപ്പോൾ അങ്ങനെ അവരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവും. എന്തായാലും ഈ നിയമവും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഈ ആളുകൾ ഇപ്പം തന്നെ ഒരു ഭീതി ഉണ്ട്, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഇവിടെ ലീഗലായിട്ടുള്ളവരും ഇല്ലീഗലായിട്ടുള്ളവരും ഒക്കെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു സ്ഥിതി ഉണ്ട്. കാരണം ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നമ്മൾ തെളിയിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിലേറ്റവും തമാശയുള്ളൊരു വസ്തുത, ട്രംപ് ഇല്ലീഗലായിട്ടുള്ളവർക്കെതിരെ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളൊരു ധാരണയിലാണ് നമ്മുടെ ഇന്ത്യക്കാരിലൊക്കെ പലരും ട്രംപിനെ സപ്പോർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ളവരെ മാത്രമല്ല ട്രംപ്, അവർക്ക് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളല്ല ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിയമപരമായിട്ട് നിൽക്കുന്ന ആളുകൾ അഭയം കിട്ടി ഇവിടെ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ അവരുടെ ആ സ്റ്റാറ്റസ് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ഇവിടെ നിയമാനുസൃതം വന്ന H1 വിസക്കാരും L1 വിസക്കാരും അവരുടെ മക്കൾക്ക് പൗരത്വം ഇല്ലാതാക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിയമാനുസൃതം വന്നവർക്കും ദോഷകരമായ കാര്യങ്ങളാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത്. ഇവിടെ പൗരത്വമുള്ളവരും ഗ്രീൻ കാർഡ് ഉള്ളവരും അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഏലിയൻസ് എന്ന രീതിയിൽ കണക്കാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത്
അതാണ് ധാരാളം പേരെ ബാധിക്കുന്നു. അത് എത്രയധികം പേർക്ക് വിഷമതകൾ ഉണ്ടാക്കുമെന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിലാണ് ഈ ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, അവർ നമ്മളെ ഇടയ്ക്ക് വെച്ച് തടയുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെക്കിങ്ങിന് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞൊരു ഒരു പിന്നെ ഒരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണുകയുണ്ടായി മാധ്യമങ്ങളിൽ. അപ്പോൾ അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത്, അത് ഇപ്പം ICE ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരികയാണ്. നമ്മൾ വീട് തുറക്കേണ്ട കാര്യമില്ല, അവർ രേഖകളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനു മുമ്പ് അവർ ഒരു കോടതിയുടെ ഉത്തരവ് കാണിക്കുകയാണ്. ഇവിടെ നമ്മുടെ വീട് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സെർച്ച് വാറൻറ്റ് കോടതിയിൽ നിന്ന് കിട്ടുന്നത് ഉണ്ടെങ്കിൽ മാത്രം, ജഡ്ജി ഒപ്പിട്ടതുണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾക്ക് വീട്ടിൽ പ്രവേശിപ്പിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നമ്മളും പുറത്തിറങ്ങി ചെല്ലേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒന്നും പറയാതിരിക്കാം. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും പറയേണ്ട കാര്യമില്ല, മിണ്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ഒക്കെ കാണിക്കണമെന്ന് അവർ ചോദിച്ചാൽ കൊടുക്കണമെന്ന് നിർബന്ധം പോലുമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും പേപ്പർ വർക്ക് ഒപ്പിടണമെന്ന് പറഞ്ഞാൽ നമുക്കത് നിരസിക്കാം. ഞാൻ അറ്റർണി ഉണ്ടെങ്കിൽ അത് ഒപ്പിടുകയുള്ളൂ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇനി പബ്ലിക്കിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഓടിപ്പോകരുത്. യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്. മിണ്ടാതിരിക്കാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന വിവരമൊക്കെ നമുക്കെതിരെയും ഉപയോഗിക്കപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ ഫോണോ നമ്മുടെ സാധനങ്ങളുമൊക്കെ അവർക്ക് പിടിച്ചെടുത്തിട്ട് ഉടനെ അത് പരിശോധിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഇന്ത്യ അല്ല ഇത്. അതിന് കോടതിയുടെ ഉത്തരവ് തന്നെ വേണം. കോടതിയുടെ ഉത്തരവില്ലാതെ നമ്മുടെ ഫോണും ഒന്നും പരിശോധിക്കാൻ അവർക്ക് ആവില്ല, അതിനുള്ള അധികാരമില്ല. പക്ഷേ അവർക്ക് നമ്മളെ പാറ്റ് ഡൗൺ ചെയ്യാം, നമ്മുടെ ശരീരമെല്ലാം തപ്പി നോക്കാൻ പല ആയുധങ്ങളും ഉണ്ടോ എന്ന്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ചോദ്യം ചെയ്യലിന് ഒരു അറ്റർണി വേണമെന്ന് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ്സിനെ പറ്റി നമ്മൾക്ക് ബോധമുണ്ട് എന്ന് ഓഫീസറെ ബോധ്യപ്പെടുത്തുന്നതും നല്ലതാണ്. എന്ന് കരുതി അവരുമായിട്ട് വാഗ്വാദത്തിനോ വഴക്കിനോ ഒക്കെ പോകുന്നതും ദോഷകരമായിരിക്കും. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം.